സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ചില തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗങ്ങൾ, ഖുർആൻ മുഴുവനും പ്രസക്തമാണ്, എല്ലാ ആയത്തുകളും പ്രാധാന്യമുള്ളതാണ്. എന്നാൽ നമ്മെ ഉത്ബോധിപ്പിക്കുവാൻ സാന്ദർഭികമായി നമുക്കാവശ്യമുള്ള ചില അറിവുകൾ ഉൾക്കൊള്ളുന്ന ചില വചനങ്ങളാണ് പ്രത്യേകം തിരഞ്ഞെടുത്തുകൊണ്ട് ആഴ്ചകളിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ തുടർന്ന് വന്നിരുന്ന ആയത്തുകളെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുമിച്ച് കൂടാൻ സാഹചര്യം ലഭിക്കുമ്പോൾ തുടരും. അതുവരെ ആർക്കും തുടർച്ച നഷ്ടപ്പെട്ടാൽ പോലും ഒരു ക്ലാസ് കിട്ടിയാലും അവർക്കൊരു പൂർണ്ണ ആശയം കിട്ടുന്ന നിലക്കാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിനെ ക്രമീകരിച്ചിരിക്കുന്നത്. പലപ്പോഴും എനിക്കും നിങ്ങൾക്കുമെല്ലാം ജീവിതത്തിലുള്ള അനുഭവമാണ്. പല വ്യത്യസ്തങ്ങളായ ജീവിത പ്രതിസന്ധികളിൽ ജീവിച്ചിരുന്ന ആളുകൾ ഏതോ ചില നിമിത്തങ്ങളെ കൊണ്ട് ദീൻ കേൾക്കുവാനും പഠിക്കുവാനുമുള്ള അവസരം ലഭിച്ചപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ സ്വാഭാവികമായി പരിഹരിക്കപ്പെട്ടു പോയതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്കിടയിലുണ്ട്. ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ആളുകൾ ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ സന്ധി ഉണ്ടാക്കിയിട്ടോ കൗൺസിലിംഗ് നടത്തിയിട്ടോ വിളിച്ചുപദേശിച്ചിട്ടോ ഒന്നുമല്ല. അവരൊരു ജീവിത സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ അവരിതുവരെ അവഗണിച്ചിരുന്ന അല്ലെങ്കിൽ അവർക്ക് സൗകര്യം ലഭിക്കാതിരുന്ന ദീനി പഠനത്തിന്, ഖുർആൻ പഠനത്തിന് അവർക്കൊരു സ്വാഭാവിക അവസരം കിട്ടണം. ആ അവസരം കിട്ടുന്നതോടുകൂടെ അവിടെ പ്രശ്നങ്ങൾക്ക് സ്വാഭാവിക പരിഹാരം. പല ചികിത്സകൾ നടത്തിയിട്ടും രോഗവിമുക്തി സാധ്യമാവാത്ത, ആ രോഗത്തോടുകൂടെ തന്നെ മരണപ്പെട്ടു പോകും എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു സഹോദരി, അവർ വിശുദ്ധ ഖുർആൻ പഠനത്തിന് അവർക്ക് കിടക്കുന്നിടത്തൊരവസരം ലഭിക്കുകയാണ്. മക്കൾ ആരോ സംവിധാനിച്ചു കൊടുത്തൊരവസരം. അതിനെക്കുറിച്ച് അവർ പറയുന്ന ഒരു കാര്യം, ജീവിതത്തിൽ ഈ രോഗത്തെ തന്നെ ഞാൻ മറന്നു, ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളുണ്ടായി, മനസ്സിൻ്റെ സമാധാനം എനിക്ക് തിരിച്ചു കിട്ടി. ഒരു രോഗസന്ദർഭത്തിൽ ഒരാൾക്ക് നൽകേണ്ട മരുന്നും ചികിത്സയും ആശ്വാസവാക്കുകളും എല്ലാം അതിൻ്റെ ഒരു പ്രത്യേകമായ, അതിലൊരു വൈദഗ്ധ്യമുള്ള ഒരാൾ എത്തിപ്പെടാതെ ഒരു ഖുർആനിക പഠനത്തിന് അവസരം കിട്ടിയപ്പോഴേക്കും അവിടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ടതില്ലേ സുഹൃത്തുക്കളെ? അത് എത്രയോ വർഷങ്ങളായി ദാമ്പത്യ പരാജയങ്ങളും സംഘർഷങ്ങളുമായി ജീവിച്ച വീടുകൾക്കുള്ളിലേക്ക്, ഫ്ലാറ്റുകൾക്കുള്ളിലേക്ക് ഖുർആൻ പഠനത്തിൻ്റെ പ്രകാശ കിരണങ്ങൾ എത്തിപ്പെട്ടപ്പോൾ ഒരു മധ്യസ്ഥനും ഒരു കുടുംബ കൗൺസിലറും ഇടപെടാതെ അവിടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഏതു പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം പറയാൻ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന് പറ്റുമെന്നാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഏതു തലത്തിൽ ജീവിക്കുന്ന ആളാവട്ടെ, സാമ്പത്തിക രംഗത്തുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാം, ആരോഗ്യരംഗത്തുള്ള നിരന്തരമായ ചികിത്സകളും പ്രയാസങ്ങളും ഉണ്ടാവാം, ദാമ്പത്യ രംഗത്തെ പ്രയാസങ്ങൾ ഉണ്ടാവാം, മറ്റു മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവാം, എന്തുതന്നെയാവട്ടെ നമ്മുടെ പ്രശ്നങ്ങൾ, അതിലെല്ലാം നമുക്കൊരു വെളിച്ചം തരാൻ, സമാധാനത്തിൻ്റെ പുതിയൊരു പാത കാണിച്ചു തരാൻ വിശുദ്ധ ഖുർആനിന് പറ്റും എന്ന് ഖുർആൻ ഉറപ്പിച്ചു പറയുമ്പോൾ നമുക്കെന്തുകൊണ്ട് ആ ഒരു പരീക്ഷണം നടത്തിക്കൂടാന്നുള്ളതാണ്. അതുമൂലം അള്ളാഹുവിൻ്റെ തൃപ്തി പിൻപറ്റിയവരെ, തേടിയവരെ അള്ളാഹു എന്ത് ചെയ്യും? അതിലൂടെ രക്ഷയുടെ മാർഗത്തിലേക്ക് എത്തിക്കും, സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് എത്തിക്കുമെന്നാണ്. വിശുദ്ധ ഖുർആൻ രക്ഷയുടെ മാർഗമാണ്, സമാധാനത്തിൻ്റെ മാർഗമാണ്. സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ രക്ഷ ഏതാണ്? ഏറ്റവും വലിയ രക്ഷ ഏതാണ്? ഈ ലോകത്തെ മുഴുവൻ സുഖങ്ങളും അനുഭവിക്കാവുന്നിടത്തോളം അനുഭവിച്ചു. അങ്ങനെ പരലോകത്ത് ചെല്ലുമ്പോൾ നരകമാണ് കാണുന്നതെങ്കിൽ ആ സുഖാനുഭവങ്ങൾ അയാൾക്ക് എന്തു നൽകാനാണ്? അതെല്ലാം അയാൾ വിസ്മരിക്കും, എല്ലാം മറന്നുപോകും. ആ നരകത്തിൻ്റെ ഭീകരത മാത്രമാണ് അയാളുടെ മുന്നിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ലോക സുഖങ്ങൾ നരകത്തെ കാണുന്നതോടുകൂടെ അപ്രസക്തമാകും. ഇനി ജനിച്ച മുതൽ മരിക്കുന്നത് വരെ ദുരിതപൂർണമായിരുന്നു ജീവിതമെന്ന് വിചാരിക്കൂ. നാളെ ഈ കഷ്ടപ്പാടുകൾക്കും പ്രതിസന്ധികൾക്കും
പ്രയാസങ്ങൾക്കും അവസാനം സ്വർഗത്തിൻ്റെ കവാടങ്ങളാണ് തുറക്കപ്പെടുന്നതെങ്കിൽ, അതിൻ്റെ സുഗന്ധമാണ് അടിച്ചു വീശുന്നതെങ്കിൽ എല്ലാ ദുരിതങ്ങളെയും അവൻ മറന്നുപോകും. അതാണ് അതുമൂലം അള്ളാഹു സമാധാനത്തിൻ്റെ രക്ഷയുടെ മാർഗം, രക്ഷ എന്നത് മിനൽ അദാബാണ്, ശിക്ഷയിൽ നിന്നുള്ള രക്ഷ, നരകത്തിൽ നിന്നുള്ള മോചനം, അത് ഖുർആൻ കൊണ്ട് സാധ്യമാകും. ഇവിടെ അടഞ്ഞുകിടക്കുന്ന അസമാധാനത്തിൻ്റെ ഏത് വഴികളിലും നമുക്കൊരു മാർഗം കാണിച്ചു തരാൻ ഖുർആനിന് പറ്റും. വളരെ അടുത്ത ദിവസങ്ങളിലുണ്ടായ ഒരനുഭവമാണ്. ഗൾഫിൽ ഒന്നിച്ച് താമസിക്കുന്ന ദമ്പതികളാണ്. അവർ പല സന്ദർഭങ്ങളിൽ, ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇനി ജീവിതം നമുക്ക്, വൈവാഹിക ജീവിതം അവസാനിപ്പിക്കാം, നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ വഴികൾ തേടാം എന്ന് പലപ്പോഴും തീരുമാനിച്ചതാണ്. അപ്പോഴൊക്കെ തങ്ങളുടെ ഒരു കുഞ്ഞിൻ്റെ പേരിൽ പിരിയാതെ വീണ്ടും വീണ്ടും ജീവിക്കാൻ അവർ ശ്രമിച്ചു നോക്കി. സുഹൃത്തുക്കളെ, അതെല്ലാം അവിടെ എന്താണ് അവരുടെ ജീവിത പ്രശ്നങ്ങൾ എല്ലാം കേട്ട് സമ്പൂർണ്ണമായി കേട്ട് കഴിഞ്ഞപ്പോൾ ഒരേ ഒരു കാര്യത്തിലാണ് അതെല്ലാം എത്തിയത്. ഭാര്യയ്ക്ക് ഭർത്താവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ കാരണം, അതല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയിൽ നിന്ന് ലഭിക്കേണ്ടത് ലഭിക്കാത്തതിൻ്റെ കാരണം എല്ലാം എന്തായിരുന്നു? ജീവിതത്തിൽ പ്രാധാന്യം നൽകേണ്ട ഒന്നിന് പ്രാധാന്യം നൽകിയില്ലെന്നതാണ്. സീരിയസ് അല്ല അവിടെ ലൈഫ്. സീരിയസ് അല്ല എന്ന് പറഞ്ഞാൽ വലിയ ശമ്പളവും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ അത് എന്തിനു ചിലവാക്കണം, എങ്ങനെ ജീവിക്കണം, എന്താണ് ജീവിതത്തിൽ പ്രസക്തമായ കാര്യം, അത് ജോലികൾക്കപ്പുറം, അവിടെ മറ്റു കാര്യങ്ങൾക്കപ്പുറം മറ്റൊന്ന് അവരുടെ മുന്നിലില്ല. സത്യത്തിൽ എന്താണ് ഒരു സീരിയസ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദീനീ ജീവിതമാണ്. മതപരമായ നിലക്കുള്ള ഒരു ജീവിതം അവർക്കുണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഏരിയയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് സത്യത്തിൽ ഉത്തരങ്ങളില്ല. വലിയ ഉത്തരങ്ങൾ ചെറിയ രൂപത്തിലൊക്കെ അവർ പാലിക്കുന്നുണ്ടെങ്കിലും നിരന്തരമായ ഒരു ഖുർആൻ പഠനം, പ്രത്യേകമായി അവിടെ ചോദിച്ചൊരു ചോദ്യമാണത്. ഖുർആൻ പഠിക്കുന്നുണ്ടോ, ഏതെങ്കിലും നിലക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഇല്ലെന്ന മറുപടി വളരെ വേദനയോടുകൂടെയാണ് ആ മറുപടി കേട്ടത്. കാരണം അതിലേക്ക് തിരിച്ചു വരാതെ അവർക്കൊരു ദാമ്പത്യം സാധ്യമല്ല എന്നാണ്. അതെന്തുകൊണ്ടാണ്? ജീവിതത്തിൽ മനുഷ്യന് ഏറ്റവും നല്ല വഴി കാണിച്ചു തരാൻ വിശുദ്ധ ഖുർആനിനെ പറ്റൂ. ഏത് തലത്തിലും നമ്മുടെ സമീപനങ്ങളെ, കാഴ്ചപ്പാടുകളെ ക്രമീകരിക്കാൻ വിശുദ്ധ ഖുർആനിന് പറ്റും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ പഠനം അത് നിരന്തരമായിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ദീനി സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഖുർആനുമായി അള്ളാഹു നമ്മളെ ബോധപൂർവം ബന്ധപ്പെടുത്തുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഒരു മുസ്ലിം, ഒരു കേവല മുസ്ലിം, അയാൾ ഒരു ദിവസം എന്തായാലും 5 നേരം നമസ്കരിച്ചേ പറ്റൂ. അതുപേക്ഷിക്കാൻ ഒരു മാർഗവും അയാൾക്കില്ലല്ലോ. 5 നേരം നമസ്കരിക്കുന്നുവെങ്കിൽ ഇനി സുന്നത്തുകളൊന്നും നമസ്കരിക്കുന്നില്ല എന്ന് വിചാരിക്കും നിങ്ങൾ, എങ്കിൽ പോലും ഒരു 10-17 പ്രാവശ്യം അയാൾ എന്ത് ചെയ്യണം? ഫാത്തിഹ സൂറത്തെങ്കിലും ഓതണ്ടേ? ഒരു സൂറത്ത് എക്സ്ട്രാ നിസ്കാരത്തിൽ ഓതണ്ടേ അയാൾ? അപ്പോൾ ഖുർആൻ നമ്മളെ കൊണ്ട് ബോധപൂർവം പാരായണം ചെയ്യിപ്പിക്കപ്പെടുന്നുണ്ട്. അത് മണിക്കൂറുകൾ ഇടവിട്ട ബന്ധം ഖുർആനുമായി നമ്മളോട് സ്ഥാപിക്കപ്പെടുന്നുണ്ട്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ തന്നെ, അതായത് ദിക്റുകൾ, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ, അത് ജീവിതത്തിൽ നിർവഹിക്കാൻ ഖുർആൻ പാരായണം, അദ്കാറുകൾ, ഇതൊന്നും നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു ഭയവും ആത്മധൈര്യമില്ലായ്മയുമൊക്കെ എനിക്ക് അനുഭവപ്പെടുന്ന പോലെ തോന്നും എന്ന് മഹാപണ്ഡിതന്മാർ പറഞ്ഞു പോയിട്ടുണ്ട്. സുഹൃത്തുക്കൾ, അത് മാത്രമോ? ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ ഒരു ശീലമാണത്. ഒരു 2 പേജെങ്കിലും വിശുദ്ധ ഖുർആൻ എന്ന് പാരായണം ചെയ്യുക എന്നത്. വിശുദ്ധ ഖുർആൻ എന്നും മറിക്കപ്പെടുന്ന, ലോകത്തെ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമായി വിശുദ്ധ ഖുർആൻ മാറാൻ കാരണം അത് വായിക്കുന്നവർക്ക് കിട്ടുന്ന മനസ്സമാധാനവും മനസ്സന്തോഷവുമാണ്. ഖുർആനുമായ ഒരു ആത്മബന്ധത്തിന് നമുക്ക് അവസരമുണ്ട്. നോക്കൂ നിങ്ങൾ, ദീനിൻ്റെ ഏതൊരു കാര്യത്തിൻ്റെയും പ്രമാണമാണ്, ബേസാണ് ഖുർആൻ. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു വിധി ചോദിച്ചാൽ, ഒരു ഇസ്ലാമികമായ കാര്യം സംശയം ചോദിച്ചാൽ, ആ പണ്ഡിതൻ നിങ്ങൾക്ക് ഖുർആൻ എന്നൊരു വചനത്തിൻ്റെ ആശയം പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഇത്രമാത്രം പ്രായോഗിക ജീവിതത്തിൽ ഖുർആൻ്റെ ആശയവുമായി നമ്മൾ ബന്ധപ്പെടേണ്ടി വരുന്നു. നമസ്കാരങ്ങളിലും മറ്റു സന്ദർഭങ്ങളിലും ഖുർആൻ പാരായണം ചെയ്യപ്പെടേണ്ടി വരുന്നു. ഇങ്ങനെ ഒരു നിർബന്ധമായും അല്ലാതെയും ഖുർആനുമായി ചുറ്റിപ്പറ്റി എപ്പോഴും ജീവിക്കുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഖുർആനിനെ നാം തൊടുമ്പോൾ ആശയപരമായിട്ടാവട്ടെ അല്ലാതെ ആവട്ടെ അതിൻ്റെ ഒരറ്റം അള്ളാഹുവിലും
ഒരറ്റം നമ്മുടെ കൈകളിലുമാണ്. അള്ളാഹുവുമായി നമ്മളെ ബന്ധപ്പെടുത്തുന്ന ഒരു ഹബിലാണ്, ഒരു കയറാണ്. അതിൽ നമ്മൾ മുറുകെ പിടിച്ചാൽ അതിൽ രക്ഷയുണ്ട്, നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് നാം നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാൻ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നുണ്ടോ? ചിലപ്പോൾ ഉണ്ടെന്നൊരു ഉത്തരം നമുക്ക് കിട്ടും. എവിടെന്നെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ കേൾക്കുന്ന ക്ലിപ്പുകളോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നേരത്തെ ആശയപരമായ കൈമാറ്റങ്ങളൊക്കെ ഞാനൊരു ഖുർആൻ പഠിതാവാണെന്ന ഒരു ധാരണ നമ്മൾ പരത്തും. അത് മതിയോ സുഹൃത്തുക്കളെ? എല്ലാ ഖുർആനിൻ്റെ വാക്കുകളിലും ഒന്ന് വിരൽ വെച്ച് പഠിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതില്ലേ? തീർച്ചയായും അത്തരത്തിൽ ചില ഖുർആൻ വചനങ്ങളുടെ സമ്പൂർണമായ ആശയങ്ങൾ അറിയുകയാണ് നമ്മൾ ഇവിടെയുള്ള പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും നമ്മൾ അതിന് വഴി കാണേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പ്രധാനമായും ഖുർആനിനെ ഖുർആൻ തന്നെ വിശേഷിപ്പിച്ച 4 പ്രധാനപ്പെട്ട പേരുകളുണ്ട്. ആ പേരുകൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഖുർആനുമായി നമ്മൾക്കുണ്ടാവേണ്ട ബന്ധത്തെക്കുറിച്ചാണ്. ഒന്നാമത്തൊരു പേര് ഖുർആൻ എന്നാണ്. ഖുർആൻ എന്ന് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ അല്ലദീ യുത്തഖദുലിൽ ഖിറാഅ, എപ്പോഴും വായിക്കപ്പെടുന്നത്, വായന എന്നൊക്കെ അർത്ഥം പറയാൻ പറ്റുന്ന വാക്കാണ് അൽ ഖുർആൻ. അപ്പോൾ വായിച്ചുകൊണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. സുഹൃത്തുക്കളെ, ആ വാക്കിനെ നമ്മൾ അന്വർത്ഥമാക്കുന്നുവെങ്കിൽ നാം നമ്മളോട് ചോദിക്കണം, ഞാൻ എപ്പോഴാണ് ഖുർആൻ വായിക്കാറുള്ളത്? ഞാൻ ഒരു ദിവസത്തിൽ വിശുദ്ധ ഖുർആൻ എത്ര വായിക്കും? വായനയ്ക്ക് 2 അർത്ഥമുണ്ടല്ലോ. ഒരു കേവല വായന ആരെങ്കിലും വായിക്കും, കേവല വായനയ്ക്ക് പ്രതിഫലമുണ്ട്. എന്നാൽ വായന എന്ന് പറയുമ്പോൾ ആശയങ്ങൾ മനസ്സിലാക്കലും കൂടെ പ്രധാനമല്ലേ? ഒരു വായന എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അൽ ഖുർആൻ എന്ന പേര് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഖുർആൻ പോലെ വായിക്കപ്പെടുന്ന മറ്റൊരു ഗ്രന്ഥമില്ല. ലോകത്തെ എല്ലാ ഗ്രന്ഥങ്ങളിലും വായിക്കപ്പെടുന്നത്, വായന എന്ന് പേരിടാൻ ഏറ്റവും അധികം യോഗ്യം ഖുർആനാണ്. ഖുർആനിനെ പോലെ എല്ലാ സാധാരണക്കാരും പണ്ഡിതരും സർവ്വ മുസ്ലിങ്ങളും വായിക്കുകയും അവരെല്ലാവരും കോപ്പി സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഖുർആൻ. ആ നിരന്തര വായനയ്ക്ക് നാം ഒരു വഴി കണ്ടെത്തേണ്ടതുണ്ട്. രണ്ടാമത്തൊരു പേര് അൽ ഫുർഖാനാണ്. അൽ ഫുർഖാൻ, സുഹൃത്തുക്കളെ, ജീവിതത്തിലെ തന്നെ ഒരു പ്രതിസന്ധിയുടെ ഉത്തരമാണ് അൽ ഫുർഖാൻ. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചു തരിക, സംശയാസ്പദമായ കാര്യങ്ങളെയും അല്ലാത്തിനെയും വേർതിരിച്ച് മനസ്സിലാക്കി തരിക, എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത നമുക്ക് തരിക. ഇതാണ് ശരി, ഇത് മാത്രമാണ് ശരി, ഇതാണ് എൻ്റെ വിജയത്തിൻ്റെ വഴി എന്നോരോ വിഷയങ്ങളിലും കാണിച്ചു തരിക. ഇത് വിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ്. ഖുർആൻ്റെ ആശയങ്ങൾ പരിശോധിക്കാൻ നോക്കണം. വിശ്വാസപരമായ കാര്യത്തിൽ ഒരു പ്രശ്നമല്ല. സുഹൃത്തുക്കൾ, എന്തൊക്കെ ഭയത്തിലാണ് ആളുകൾ ജീവിക്കണം ആലോചിച്ച് നോക്കും. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രതിസന്ധികൾ ഒന്നിച്ചു വരുമ്പോൾ ആകെ ബേജാറായി, ഇതെന്താണ്, ഇതാരെങ്കിലും കൈവശം തന്നതാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും വിപത്ത് ബാധിച്ചതാണോ, ആരെങ്കിലും എന്നെ ലാനത്ത് ശപിച്ചതാണോ, ആരുടെയെങ്കിലും കുരുത്തക്കേടാണോ, ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ അള്ള വിധിച്ചതേ ഞങ്ങൾക്ക് വരും. അത് ഖുർആൻ്റെ ഒരു തത്വമല്ലേ? അള്ള വിധിക്കണം, വേറെ ആരും വിചാരിച്ചിട്ടും കാര്യമില്ല. അള്ള വിധിച്ചതേ എനിക്ക് വരും. ഒരു ക്ലാരിറ്റി ഇല്ലേ അവിടെ? നമ്മുടെ എല്ലാ ഭയങ്ങൾക്കും ഒരു വ്യക്തത ഇല്ലേ അവിടെ? എന്തിനും വ്യക്തത ഉണ്ട്. നോക്ക് നിങ്ങൾ, സത്യത്തിൽ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാമുണ്ട്, അതൊക്കെ സൃഷ്ടികളാണ്. അവർക്കൊക്കെ കഴിവുകൾക്ക് പരിമിതിയുണ്ട്. അവരൊക്കെ ഭൗതികമായ കഴിവിൻ്റെ പരിമിതികൾക്കുള്ളിലാണ്. അഭൗതികമായി അവർക്കൊന്നും ചെയ്യാനാവില്ല. ഭൗതികമായ കാര്യങ്ങളിൽ നമുക്ക് സഹായിക്കാൻ എത്രയോ സഹായങ്ങളും ആളുകളുമില്ലേ. ഭൗതികതക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് നമ്മൾ നിസ്സഹായരായി പോകുന്നത്. സുഹൃത്തുക്കൾ, അവിടെ സഹായിക്കാൻ കഴിവുകൾക്ക് പരിധിയില്ലാത്ത, ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത, എല്ലാം പൂർണ്ണമായിട്ടുള്ള ഒരു ശക്തി അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ. ആ വിശ്വാസം തൗഹീദ്, വിശ്വാസങ്ങളിൽ ഏറ്റവും ക്ലാരിറ്റിയുള്ള, വ്യക്തതയുള്ള വിശ്വാസമല്ലേ? എന്തു തീരുമാനിക്കണം, അതിന് അള്ളാഹുവിൽ നിന്ന് തന്നെ ഉള്ള സന്ദേശങ്ങളുമായി വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചു കാണിച്ചത് ഒരു കുടുംബ ജീവിതത്തിൽ ഒരു കുടുംബാംഗമായി, അതല്ലേ, ഒരു മകനായി, അതേപോലെ തന്നെ ഒരു മരുമകനായി, ഒരു വാപ്പയായി, അമ്മോശനായി ഒക്കെ ജീവിച്ച് കാണിച്ചു തന്നില്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ എല്ലാറ്റിലുമുണ്ട് വ്യക്തത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ എല്ലാറ്റിലുമുണ്ട് വ്യക്തത. വിശുദ്ധ ഖുർആനാണ് നമ്മുടെ എല്ലാറ്റിൻ്റെയും ഒരു അടിസ്ഥാനം, അൽ ഫുർഖാൻ. അതുകൊണ്ട് നാം ഓരോ ക്ലാസ്സുകളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് ചില വിവേചനങ്ങൾ, ചില വ്യതിരിക്തതകൾ,
അതേപോലെ തന്നെ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കാനുള്ള ചില വ്യക്തതകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതാണ് രണ്ടാമത്തെ പേര് ഫുർഖാൻ. മൂന്നാമത്തെ പേര് അൽ കിതാബ്. അൽ കിതാബിന് പണ്ഡിതന്മാർ രണ്ട് വ്യാഖ്യാനങ്ങൾ പറഞ്ഞു. ഖുർആൻ്റെ പേരാണ് അൽ കിതാബ്, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം. എന്താണ് അൽ കിതാബ് തന്നെ? അൽ കിതാബ് എന്ന് പറഞ്ഞാൽ എല്ലാം രേഖപ്പെടുത്തപ്പെട്ടത്, എല്ലാ ആശയങ്ങളും ഖുർആനിലുണ്ട്. നമുക്ക് വേണ്ടതിൻ്റെ മുഴുവനും രേഖകളുടെ സമാഹാരമാണ് ഖുർആൻ. ഒരർത്ഥം അതാണ്. മറ്റൊന്ന്, എഴുതപ്പെട്ട നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം എന്ന നിലയ്ക്ക് വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്നു. അപ്പോൾ നമുക്കുള്ളതെല്ലാമുള്ള ഒരു ഗ്രന്ഥം കയ്യിലുണ്ടാകുമ്പോൾ നമ്മളത് അറിയണ്ടേ സുഹൃത്തുക്കളെ? അതനുസരിച്ച് ജീവിക്കണ്ടേ നമ്മൾ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമായൊരു ഉപമയാണ് അള്ളാഹു പറഞ്ഞത്. വേദക്കാർക്ക് അള്ളാഹു വേദഗ്രന്ഥം നൽകി. പക്ഷേ കമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ആ വലിയ ഗന്ധം ചുവന്ന കഴുതയെപ്പോലെ ആ ഗ്രന്ഥം മൂല്യവത്താണ്, ആശയസമ്പുഷ്ടമാണ്. പക്ഷേ അത് വഹിച്ചു പോകുന്നു എന്നല്ലാതെ അതിലുള്ള എന്തെങ്കിലും ഒന്നാ കഴുതക്ക് അറിയുമോ? വിവേചന ബുദ്ധിയില്ലാത്ത, വിവേകമില്ലാത്ത, അക്ഷരജ്ഞാനമില്ലാത്ത ആ കഴുതയ്ക്ക് എന്ത് പ്രയോജനം ആ ഗ്രന്ഥം കൊണ്ട്? ചുമക്കുന്നതിൻ്റെ ഒരു ഭാരം മാത്രം. ഇതാണ് ഇന്ന് പലർക്കും. നമ്മുടെ വീട്ടിൽ ഖുർആനുണ്ട്, റമളാനിൻ്റെ 30 ദിവസവും ഈ ഖുർആൻ കയ്യിൽ നിന്ന് വെക്കാതെ നമ്മൾ പിടിക്കുന്നു. പക്ഷേ നമുക്കറിയുമോ നമ്മുടെ കയ്യിൽ ഭാരമായി നിൽക്കുന്ന ആ ഗ്രന്ഥത്തിൻ്റെ എന്തെങ്കിലും ഒരറിവ്? ഇന്ന അധ്യായത്തിൽ ഇത്തരം പേജിൽ ഇന്നൊരു ആയത്ത്. ഇനി നമ്മളുടെ മനസ്സിൽ ചില ആയത്തുകൾ ഉണ്ടാകും, ചില നമ്പറുകൾ ഉണ്ടാകും. ആ ഭാഗങ്ങളെ നമ്മൾ കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. അതാണ് അൽ കിതാബ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പേര് ഖുർആൻ പറഞ്ഞാൽ അദ്ദിക്റാണ്. ഖുർആൻ, അൽ ഖുർആൻ, അൽ ഫുർഖാൻ, അതേപോലെ തന്നെ അൽ കിതാബ്, അദ്ദിക്ർ. ദിക്ർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉത്ബോധനമാണ്. ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. ഖുർആൻ കൊണ്ട് ഉത്ബോധിപ്പിക്കുക. ഉത്ബോധനം വളരെ വലിയ ഫലം കിട്ടും സുഹൃത്തുക്കളെ, വളരെ വലിയ ഫലം കിട്ടും. കാരണം ഒന്ന് മനസ്സറിഞ്ഞ് നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും ഒന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒന്നും വേണ്ട, ഒരു മരണം സംഭവിച്ചു വെച്ചിട്ടുണ്ട്, ഒരു മരണം സംഭവിച്ചു, ആ മരണ വീട്ടിൽ പോയി വന്നാൽ 4 ദിവസമൊക്കെ എല്ലാവരും നിസ്കാരം വളരെ പെർഫെക്റ്റ് ആയിരിക്കും, ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും. എന്താ കാര്യം? മരണം ഒരു ഉത്ബോധനമാണ്. ഒരു 5 മിനിറ്റ് പ്രഭാഷണം, ചിലപ്പോൾ എവിടെ നിന്ന് കേൾക്കുന്ന ഒരു ആശയം, അത് നമ്മളെ വല്ലാതെ നമ്മളെ ബോധ്യപ്പെടുത്താൻ അവയ്ക്ക് പറ്റും. അതുകൊണ്ടാണ് ദിക്ർ. അത്തരത്തിൽ നിരന്തരമായി, നിങ്ങൾക്കറിയാം, ചില ആളുകൾ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുന്നു, ചില ആളുകൾ നമുക്ക് മെസ്സേജ് ആയി തരുന്നു ഖുർആൻ്റെ ചില സുന്ദരമായ പാരായണങ്ങൾ, അതിൻ്റെ മീനിങ്ങൾ. അതൊക്കെ കേൾക്കുമ്പോൾ അത് മനസ്സിലിങ്ങനെ കൊത്തി വെച്ച പോലെ നിൽക്കും. അതാണ് ഉത്ബോധനം എന്ന് പറഞ്ഞത്. രണ്ടാമത്തൊന്ന് ദിക്ർ എന്ന് പറയുമ്പോൾ ഒരു ദിക്റാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അതാണ്. വിശുദ്ധ ഖുർആൻ്റെ പാരായണത്തിലൂടെ ഒരു ദിക്ർ നമുക്ക് സാധ്യമാകുന്നു. ആ അർത്ഥവുമുണ്ട്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ഓരോ പേരുകൾ പരിശോധിക്കുമ്പോഴും സുഹൃത്തുക്കളെ നമുക്ക് ഈ ലക്ഷ്യം കാണാനാകും. അതുകൊണ്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എന്തെല്ലാം കുറവുകളുണ്ടോ അതൊക്കെ പരിഹരിക്കാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു അരമണിക്കൂർ വിശുദ്ധ ഖുർആനുമായുള്ള ആശയബന്ധം കൊണ്ട് നമുക്ക് സാധിക്കുമെന്നാണ്. വയുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂരി ബിഇദ്നിഹി. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്. ഇരുട്ട്, എല്ലാം ഇരുട്ടാണ്. ദുഃഖം ഇരുട്ടാണ്, വഴികേട് ഇരുട്ടാണ്, ഭയം ഇരുട്ടാണ്, എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഇരുട്ടാണ് സുഹൃത്തുക്കൾ. ആകാശം ഒന്ന് പകൽ സമയത്തൊന്ന് കാർമേഘം മൂടി ഇരുട്ട് പകർന്നാൽ എന്തൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും? പെട്ടെന്നടി ഇരുട്ടായി കഴിഞ്ഞാൽ പകൽ സമയത്ത് പേടി ഉണ്ടാവില്ലേ? അവ്യക്തത ഉണ്ടാവില്ലേ? നമുക്ക് മനസ്സിനൊരു നിറമങ്ങലുണ്ടാവില്ലേ? അസമാധാനം ഉണ്ടാവില്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ള അന്ധതകൾ. ആ അന്ധതകളിൽ നിന്ന് മുഴുവനും വെളിച്ചത്തിലേക്ക് വരുത്താൻ വിശുദ്ധ ഖുർആനിന് പറ്റുമെന്നാണ്. നമ്മൾ ആ ഗ്രന്ഥത്തെ സ്വീകരിക്കേണ്ടതിന് ഖുർആൻ നമുക്ക് നൽകുന്ന അനുഭവങ്ങളെ നമുക്ക് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന് നിഷ്ക്രിയമായി കിടക്കുന്ന, ജീവനറ്റു കിടക്കുന്ന ഒന്നിന് ജീവൻ കിട്ടിയതുപോലെയാണ്. ആലോചിച്ചൊക്കെ നിങ്ങൾ, മോർച്ചറിയിൽ മരിച്ചു എന്ന് വിചാരിച്ച് കൊണ്ടുപോയിട്ടിട്ട് പിന്നെ ജീവൻ വന്ന കേസ് നമ്മൾ കേൾക്കലില്ലേ? അല്ലേ? ആ അവസ്ഥ എന്തേക്കാരം? പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി തലക്കടിക്കുമ്പോൾ ജീവൻ വരുന്നൊരവസ്ഥ എന്തായിരിക്കും എന്നതുപോലെ ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത വ്യക്തിത്വങ്ങളിൽ ജീവൻ്റെ തുടിപ്പുകൾ കാണാൻ ഖുർആനിന് പറ്റും. എന്ന് പറഞ്ഞാൽ ഒരിക്കലും നന്നാവില്ലെന്ന് വിചാരിച്ച്
വലിയ വഴികേടിലേക്ക് പോയ ആളുകൾ പെട്ടെന്ന് അത്ഭുതകരമായ പരിവർത്തനങ്ങൾ അവരിലാക്കാവുന്ന ആത്മാവാണ് വിശുദ്ധ ഖുർആൻ. അതാണ് വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംറിനാ. റൂഹം മിൻ അംറിനാ, ആത്മചൈതന്യം റൂഹാണ്. അപ്പോൾ നമ്മളിൽ അത്ഭുതകരമായ പരിവർത്തനങ്ങളും ചൈതന്യങ്ങളും ഉണ്ടാക്കാൻ ഖുർആന് പറ്റും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മടിയിൽ കിടക്കുന്ന, അലസതയിൽ കിടക്കുന്ന, ഭയത്തിൽ കിടക്കുന്ന, നിർജീവതയിൽ കിടക്കുന്ന, മരിച്ചതിന് തുല്യമായി നിർജീവമായി കിടക്കുന്ന മനസ്സുകളെ, വ്യക്തിത്വങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ വിശുദ്ധ ഖുർആൻ എന്താണ്? വെളിച്ചമാണ്, നല്ല ദീപ്തമായൊരു പ്രകാശം, എല്ലാ അന്ധകാരങ്ങളെയും നീക്കുന്ന ഒരു വെളിച്ചം. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. നൂർ വെളിച്ചം, കിതാബും മുബീൻ എന്താണ്? എല്ലാറ്റിലും വ്യക്തത നൽകുന്നു, എല്ലാ കാര്യങ്ങളെയും നമുക്ക് വിശദീകരിച്ച് തരുന്ന ഒരു ഗ്രന്ഥം എന്നാണ്. അതേപോലെ തന്നെ ഖുർആൻ നമ്മളെ സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്ന ഹാദിയാണ്. ഹാദി, വഴി കാണിക്കുക. എവിടെയും നമുക്കൊരു ഗൈഡൻസ്, നമ്മൾ തേടുന്നൊരു കാര്യം അതാണ്, ഗൈഡൻസ്. ഇപ്പോൾ നോക്ക് നിങ്ങൾ, പിന്നെ ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ കാലഘട്ടമാണ്. ചില ആപ്ലിക്കേഷനുകളെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ എത്രയാണ് 2000, 3000, 5000 രൂപ കൊടുത്തിട്ടാണ് നിസ്സാരം ഒരു പ്രോബ്ലം സൊല്യൂഷൻ ചോദിക്കാൻ. അവരൊന്നും കൊടുക്കുന്നില്ല. ഓൺലൈൻ ഒരു ഫോണിലൂടെ എന്താണ് ഒരു കൗൺസിലർക്ക്, ഒരു ഉപദേശകന് എന്താ പറ്റുക? ചില വാക്കുകളല്ലേ, ചില ആശയങ്ങളല്ലേ? അങ്ങനത്തെ ദൈവികമായ ആശയങ്ങളാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് ഗൈഡൻസ്, ഹാദി, വഴി നൽകുന്നതാണ്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ശരിയായതിലേക്ക്. അതിനപ്പുറത്തേക്കൊരു ശരി നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു തരാനുണ്ടാവില്ല. ഷിഫയാണത്. ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദൻ വശിഫാ. ശമനമാണ്, ശമനം കിട്ടും ഖുർആൻ കൊണ്ട്. സുഹൃത്തുക്കളെ, അധികം പറയേണ്ടതില്ല. ഞാനീ പറയുന്നതൊക്കെ നമ്മുടെ മനസ്സിലുള്ളൊരു ആശയമാണ്. പക്ഷേ പ്രായോഗികതയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. അതുകൊണ്ട് ഖുർആനുമായുള്ള ഒരാത്മബന്ധം, അത് നിരന്തരമായൊരു ബന്ധം, കൃത്യമായൊരു ബന്ധം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായും എത്ര തിരക്കുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു അരമണിക്കൂർ, വ്യാഴാഴ്ച 9 മണിക്ക് ഒരു അലാറം, 8:50 ഒരു അലാറം നമ്മുടെ ഫോണിൽ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യണം. അന്ന് നമ്മൾ ഒരുങ്ങണം. സാധിക്കുമെങ്കിൽ ഒരു നോട്ട് പുസ്തകം നമ്മൾ എടുക്കണം. വിശുദ്ധ ഖുർആൻ്റെ ഒരു പരിഭാഷ നമ്മൾ സംഘടിപ്പിക്കണം. അങ്ങനെ ഖുർആൻ എന്നുള്ള ചില പ്രത്യേക ആശയങ്ങളെ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുവാനും, അതിലൂടെ അള്ളാഹു ഖുർആനിലൂടെ എന്തൊരനുഗ്രഹമാണോ നമുക്ക് സമ്മാനമായി നൽകുന്നത്, അത് അനുഭവിച്ചുകൊണ്ട് ഇഹലോകത്തും പരലോകത്തും അതിൻ്റെ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം